വെന്തുട്ടോ. മൊത്തം പുഴുങ്ങിയെടുത്ത പോലെ ആയി. ഇനി കുറച്ചും കൂടെ പുഴുങ്ങി കഴിഞ്ഞാൽ. ഹായ്, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് നേരം വൈകി. സാധാരണ ഞാൻ 7 മണിക്ക് ഇറങ്ങുന്നതാണ്, 7:30. എന്നാലും 8 മണിക്ക് ഓഫീസിലെത്തും. തിരക്കൊന്നും ഇല്ലാത്ത ദിവസം ആയതുകൊണ്ടാണ് നേരത്തെ അതൊക്കെ പോവാലോ എന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടുത്തെ പൂച്ചനെല്ലാം കൂടെ ഞാൻ ഒരു ദിവസം കൂട്ടിയിട്ട് കത്തിക്കും. വെറുതെ പറഞ്ഞാട്ടോ, പൂച്ച നമ്മുടെ സ്വന്തം. പൂച്ച സാർ നമ്മുടെ സ്വന്തം സാധനമല്ല. നേരം 9:50 ഓഫീസിൽ നിന്ന് ഇറങ്ങി. നേരെ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി എന്തോന്ന് അത് കഴിഞ്ഞിട്ട് തീരുമാനം. വണ്ടി കഴുകാനുള്ള നേരമൊന്നും കിട്ടില്ല. കറക്കം തന്നെയാണ്. നയാ പൈസയില്ല കയ്യിൽ, നയാ പൈസയില്ല. നഞ്ചു വാങ്ങി കഴിക്കാൻ പോലും നയാ പൈസയില്ല. ഏതോ രാത്രി മഴ തേടിയെത്തും കാറ്റ്. എന്നെ കാണുന്ന കേൾക്കുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാ ഗൾഫ് രാജ്യത്തും വർക്ക് ചെയ്ത് ആരെങ്കിലും എന്നെ കാണുന്നവരുണ്ടോ? അതായത് ഖത്തർ, UAE, സൗദി, ബഹ്റൈൻ, ഒമാൻ, ഇങ്ങനെ എല്ലായിടത്തും ജോലി ചെയ്തവരുണ്ടോ? ഒറ്റ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ഈ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് ഏത് രാജ്യത്ത് ജോലി ചെയ്യാനാണ് നല്ല കംഫർട്ട്, നന്നായിട്ട് ഭയങ്കര തിരക്കും റഷും റോഡ് ഇതൊന്നും ഇല്ലാണ്ട് അതായത് ലൈഫ് അർമാദിക്കാനും പറ്റണം, മാത്രമല്ല യാത്രകളൊക്കെ സുഖാവണം. അങ്ങനെയുള്ള മൊത്തം പറഞ്ഞാൽ ജീവിതം ഹാപ്പി ആവണം. അപ്പം നമ്മ തമിഴ്നാട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാം. തൊട്ടിരിക്കുന്നുണ്ടോന്ന്. ഏതോ രാത്രി മഴ തേടിയെത്തും കാറ്റ്. ക്ലാസ് ഇവിടെ എടുക്കൂ. പുത്തൻ ക്ലാസ് ഇവിടെ വെക്കട്ടെ. എന്താ ആശ്വാസം. ഇനി ഞാൻ പോകാൻ പോണത്, ഇപ്പം ഞാൻ ചായ കുടിച്ച് ഇറങ്ങിയ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്തായിട്ടാണ് എൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ഒരു ഫിലിപ്പീനോ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്, കബലാൻ. ഫ്രണ്ടിൽ ക്ലോസ് ആണല്ലോ. സാധാരണ ഇവർ തുറക്കണ നേരം 10 മണിയാണ്. പക്ഷേ എന്ത് പറ്റി, വിളിച്ചോക്കട്ടെ. റെസ്റ്റോറൻറ്റിൻ്റെ ഓണറെ കാണാൻ നോക്കിയെങ്കിലും നടന്നില്ല. അവർ വന്നിട്ടില്ല ഓഫീസിൽ എന്ന് പറയുമ്പോൾ ഓഫീസ് ഈ റെസ്റ്റോറൻറ്റ് മുകളിൽ തന്നെയാണ്. അപ്പോഴത്തെ ഈ ക്യാമറ ഉണ്ടല്ലോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ, അതിൻ്റെ ലെൻസിനൊരു പ്രൊട്ടക്ഷൻ കവർ വേണം. അപ്പോൾ ഇവിടെ ഒരു സെല്ലറുണ്ട്, സലാം സ്റ്റോർ, വെസ്റ്റ് ബേയിൽ. അവിടെ പോയി നോക്കട്ടെ ഇതിൻ്റെ കവർ കിട്ടണം, അല്ലെങ്കിൽ ഇത് സ്ക്രാച്ച് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ വെസ്റ്റ് ബേ ഏരിയയിലാണ്. ഈ ഏരിയയിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. കുറേ കറങ്ങിയതിൻ്റെ ശേഷം ഒരു 15 മിനിറ്റോളം പല സ്ഥലത്തുമായിട്ട് ചുറ്റി കറങ്ങിയതിൻ്റെ ശേഷമാണ് ഇവിടെ ഒരു സ്ഥലത്ത് പാർക്കിംഗ് കിട്ടിയത്.
ഇനി ഇതിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ച് ദൂരമായിട്ടാണ് സലാം സ്റ്റോർ ഉള്ളത്, സലാം മാള്. അവിടെ പോണം. അവരാണ് ഇതിൻ്റെ ഈ ക്യാമറയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഇവിടെ. അപ്പം ഇങ്ങനെ പോയിട്ട് ഈ കാർ പാർക്കിംഗ് ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് അപ്പുറമാണ് ഉള്ളത്. കുറച്ച് നടക്കണം. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ വലിയ വലിയ ടവറുകൾ, വലിയ കമ്പനികളെ ഓഫീസൊക്കെ കിടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇത് കോർണേഷൻ്റെ, ഈ റോഡിൻ്റെ അപ്പുറം വരുന്നത് കോർണേഷനാണ്. അതിൻ്റെ തൊട്ട ഇപ്പുറമായിട്ടാണ്, ഈ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഏരിയ ഒക്കെ എടുക്കുന്നത്. ഇവിടെ തന്നെയാണ് ഖത്തർ എനർജിയുടെ, മുമ്പേ ഖത്തർ പെട്രോളിയം ആയിരുന്നു, അതിൻ്റെ ഓഫീസ് ഉള്ളത്. കുറേ മിനിസ്ട്രി ഓഫീസെല്ലാം ഇവിടെ ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഗ്രൗണ്ടിലെല്ലാം പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം പാർക്കിംഗ് ഉണ്ട്. ഓ, ഈ ഒരു ഗ്രൗണ്ടിൽ പാർക്കിംഗ് ഉണ്ടായിരുന്നേ. ഞാൻ ഇത്രയും ചുറ്റി കറങ്ങിയിട്ട് ഇവിടെ അതിനുള്ളിൽ കണ്ടില്ലല്ലോ. ഇങ്ങോട്ട് ഞാൻ കയറിയിട്ടില്ല, കയറാൻ വിട്ടുപോയി. ഇതിന് പെയ്ഡ് പാർക്കിങ്ങോ അല്ല, പേ പാർക്കിംഗ് അല്ല, ഫ്രീ പാർക്കിംഗ് ആണ്. പൊള്ളുന്ന വെയിലല്ലേ, വെയിലത്ത് വാടല്ലേ. ഈ മുമ്പിൽ കാണുന്നതാണ് കേട്ടോ വേന്തം ഹോട്ടല്. വേന്തം 2-3 ഹോട്ടലുണ്ട് ഇവിടെ, അതിലൊരു ഹോട്ടലാണ്. തൊട്ട് ഇപ്പുറങ്ങാട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ബിൽഡിങ്, ഗവൺമെൻറ് ബിൽഡിംഗ് ആണ്. ഈ തൊട്ട് മുമ്പിൽ റൈറ്റിൽ കാണുന്നത് കാർ പാർക്കിങ്ങിന് വേണ്ടി മാത്രമുള്ളൊരു ബിൽഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് ഖത്തർ എനർജിയുടേതാണോ? അതെ, ആണ്. ഖത്തർ എനർജിയുടെ കാർ പാർക്കിംഗ് ആണത്. എവിടെ സലാം സ്റ്റോർ കാണുന്നില്ലല്ലോ. ഓ, ഇതാണ് ദ ഗേറ്റ് മാൾ. ഈ മാളിൻ്റെ ഉള്ളിലാണ് സലാം സ്റ്റോർ. ഇതൊരു ലക്ഷറി മാളാണ് കേട്ടോ. ഞാൻ മുമ്പേ കുറേ മാളുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ചെറുതും ഒരു ഏകദേശം വലിയ ടൈപ്പൊക്കെ. പക്ഷേ ഇത് വൺ ഓഫ് ദി ലക്ഷറി മാളാണ്, ദ ഗേറ്റ് മാൾ.
Lens guard, no? Yeah, lens guard. It's already fixed. This. Okay. This is without lens guard. Yeah, that's why I think no need for the separate lens guard. In that case, no need, because this is the lens guard. It comes inside of that. If you need more extra protection, they have like a. അവർ പറഞ്ഞത് ഇതിൻ്റെ കൂടെ വരുന്നൊരു ലെൻസ് ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് ലെൻസ് പ്രൊട്ടക്ഷൻ കവർ ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇനി വേറെ സെപ്പറേറ്റ് ഒരു ലെൻസ് പ്രൊട്ടക്ഷൻ കവർ ഒരു ആവശ്യമില്ല. അപ്പം എന്നോട് ഫ്രണ്ട് പറഞ്ഞത് ഇത് ലെൻസ് പ്രൊട്ടക്ഷൻ കവറല്ല, ഇത് ലെൻസ് തന്നെയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇനി തിരിച്ചു പോ. നല്ലൊരു വുഡ് വർക്ക് അല്ല, സൂപ്പർ വുഡ് വർക്ക്. നാട്ടിൽ പോയിട്ട് ഇതേപോലെ ബിസിനസ് ചെയ്യാലോ ഇതിൻ്റെ വുഡ് വർക്ക്. എനിക്ക് അതിൻ്റെ ഉള്ളിൽ പോകാൻ തന്നെ ഒരു മടിയാണ്. കാണിച്ച എവിടെ കയറി ചെല്ലാനുള്ളൊരു ഭയം, ഉൾഭയമുണ്ട്. അത് മാറ്റിയെടുക്കണം. പുറത്തിറങ്ങി. അപ്പോൾ ഇനി ലെൻസ് ഗാർഡിൻ്റെ ആവശ്യമില്ല, ലെൻസ് ഗാർഡാണ് ഈ വരുന്നത്. ഓ, അത്രയും ആശ്വാസം കാണിച്ച, അത്രയും ആശ്വാസം കാണിച്ച. ഈ ലെൻസ് ഗാർഡിന് മാത്രം ഒരു 90 റിയാൽ വരുന്നുണ്ട്. ഒരു ദിവസം ഇതിൻ്റെ ഉള്ളിൽ വരണം, എന്നിട്ട് ഒരു ദിവസം വന്നിട്ട് കംപ്ലീറ്റ് വീഡിയോ ഫോട്ടോ എടുക്കണം. ഇനി വരാൻ പോകുന്ന ഒരു ടവറാണ് ഈ മുമ്പിൽ കാണുന്നത്. കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള വർക്കിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കണ
ടവർ. ഈ ഭാഗത്ത് ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ് ആയ ബിൽഡിങ്ങുകളാണ്. പല ടവറും പല ഷേപ്പിലുള്ളത്. അപ്പോൾ വെന്തുട്ടോ. മൊത്തം പുഴുങ്ങിയെടുത്ത പോലെ ആയി. ഇനി കുറച്ചും കൂടെ പുഴുങ്ങി കഴിഞ്ഞാൽ